ചോദ്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങ് ചോദിച്ചേക്കുക എന്നാണ് പിണറായി തമ്പുരാൻ മാധ്യമങ്ങളോട് കൽപ്പിച്ചത്. ആ ആജ്ഞയെ ശിരസ വഹിച്ചുകൊണ്ട് ചിലതൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 11 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയെ മോഹൻലാൽ വഴി പുട്ടിയിടാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? കേരളത്തിന്റെ അങ്ങേയറ്റം പൊതുകടമുണ്ടാവുകയും തലതല്ലിക്കൊണ്ട് സമരം നടത്തിയിട്ട് ഞങ്ങളിൽ ഒരു 100 രൂപ വർദ്ധിപ്പിച്ചു തരുമോ എന്ന ആശാവർക്കർമാരുടെ കഥകളുടെ സമരത്തിന്റെ മുന്നിലും സാമ്പത്തിക ഞെരുക്കമാണെന്ന് മറുപടി പറഞ്ഞ അതേ ഗവൺമെന്റ് 227 കോടി രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ന്യായീകരിക്കാൻ PR വർക്കിന്റെ വെളുപ്പിക്കൽ പുട്ടിയിടലിന് വേണ്ടി ചെലവഴിച്ചത്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? NH66 എന്ന കേന്ദ്ര വികസനത്തെ തന്റെ വികസനമാക്കാൻ ആരാന്റെ കുട്ടിയുടെ തന്ത ചമയാൻ വേണ്ടി മന്ത്രി റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂരിയാട് NH66 തകരുന്നതിന് മുമ്പ് 2 മിനിറ്റിന്റെ 4 വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് 39,64,800 രൂപയാണ് ചെലവഴിച്ചത്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? ശേഷം എന്താണ് അവർ പ്രതികരിച്ചത്? തകർന്നതിനു ശേഷം ഞങ്ങൾക്കറിയില്ല രാമനാരായണ എന്ന് കൈമലർത്തിയത് നമ്മൾ കണ്ടതാണ്. എല്ലാ മേഖലയിലും ഈ കെടുകാര്യസ്ഥ നമുക്ക് കാണാം. വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 740 കോടിയാണ് മലയാളികൾ സംഭാവന നൽകിയത്. അധികാരവും എല്ലാ സംവിധാനങ്ങളുടെ മേലുള്ള പരമാധികാരവും ഗവൺമെന്റിന് ഉണ്ടായിരിക്കുമ്പോഴും ആ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതാ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഒരു ഉദ്ഘാടന പ്രഹസനം ഉണ്ടാക്കി എന്നല്ലാതെ ആ ദുരിതം ബാധിതരായ ആളുകൾക്ക് അവിടെ കയറി കിടക്കാൻ കഴിയുന്നുണ്ടോ? അവരിപ്പോഴും ദുരിതത്തിലല്ലേ? ആരാണ് ഉത്തരവാദി? ആരുടെ കെടുകാര്യസ്ഥതയാണ്? ആരുടെ നിരുത്തരവാദിത്തമാണ്? മലയാളികൾ ചോദിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ മുഖത്തേക്കു തന്നെ വിരൽ ചൂണ്ടി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ്? എല്ലാ അർത്ഥത്തിലും കെടുകാര്യസ്ഥതയുണ്ട്. കൊറോണക്കാലത്ത് PP കിറ്റിന് സാധാരണ കിട്ടുന്നതിലേക്ക് 3 ഇരട്ടി വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞത് KK ശൈലജയാണ്. ആരുടെ അറിവോടെ? മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് പുതിയ കാലത്ത് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ഈ നാടിന്റെ പുരോഗതിക്ക് ഇവർക്ക് കരുത്തു പകരാനായിട്ടുള്ളത്? എല്ലാ മേഖലയും ശോചനീയ അവസ്ഥയിലാണ്. കായിക വകുപ്പും ആരോഗ്യ മേഖലയും അങ്ങനെ തുടർന്ന് എല്ലാ മേഖലയും വലിയൊരു ഭീകരമായ തകർച്ചയുടെ വക്കിലാണ്. കേരളം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പോളിംഗ് ബൂത്തിലേക്ക് 9-ാം തീയതി മലയാളി പോകുന്നത് പിണറായി തമ്പുരാന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഇറങ്ങിപ്പോകൂ എന്ന് പറയാനായിരിക്കും. അത് ഉറപ്പാണ്. കാരണം ഇത് മലയാള മണ്ണാണ്, ഇത് പ്രബുദ്ധ നാടാണ്. ഒരു തമ്പുരാന്റെ മുന്നിലും ദാസനായി, അടിയനായി, തലകുനിച്ച് നമ്രശിരസ്കരായി നിൽക്കാൻ മലയാളിക്ക് മനസ്സില്ല.